നിലാപ്പൊങ്കലായാലോ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അപ്പോഴും ഉണ്ട്. അപ്പോൾ കറുത്ത പെണ്ണയും കഴിഞ്ഞു, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കള്ളിപ്പൊങ്കലും കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് നിലാപ്പൊങ്കലായാലോ ആരെ കൊണ്ട് പാടിക്കണം, എന്നോടും ചേട്ടനോടും ചോദിച്ചു നിങ്ങൾക്ക് എന്താ ഉദ്ദേശിക്കണം, നിങ്ങൾ ഈ ട്യൂൺ ഇത് ആരെ കൊണ്ട് പാടിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾക്കന്ന് അറിയാവുന്നത് ദാസേട്ടൻ, ചിത്ര, സുജാത, എം ജി ശ്രീകുമാർ, ജയചേട്ടൻ, അങ്ങനെയുള്ള ആൾക്ക് പേരല്ലേ നമുക്ക് അറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞു നമുക്ക് ചിത്രയാണെങ്കിൽ കുറേ കൂടി ടോപ്പിൽ എടുക്കേണ്ടി വരും. പറഞ്ഞ് ചിത്രമൊക്കെ വിട്, ചിത്രയ്ക്ക് വേറെ പാട്ടുകളുണ്ട്, മാത്രമല്ല അപ്പോൾ സാധാരണ ഒരു ചിത്രയുടെ കുറേ പാട്ടുകളുടെ കൂട്ടത്തിലൊരു പാട്ടായിപ്പോൾ നമുക്കൊരു വേറിട്ട ശബ്ദം വേണം. അപ്പോൾ എന്നിട്ട് പറഞ്ഞു ഞാനൊരു ശബ്ദം കേൾപ്പിച്ച് തരട്ടെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ കന്നഡയിലോ തെലുങ്കിലോ ഒക്കെ ഉള്ളൊരു തമിഴിൽ എനിക്ക് ഓർമ്മയില്ല, മാൽഗുഡി ശുഭയുടെ ഒരു കാസറ്റ് അപ്പം ഇറങ്ങിയത് കേൾപ്പിച്ച് വന്നു, കാസറ്റായിട്ട് മാത്രം. അപ്പോൾ അത് കേട്ടാൽ പറഞ്ഞാൽ ഇത് നല്ല ഒരു വെറൈറ്റി ശബ്ദമാണ്, നല്ല ബോൾഡ് ശബ്ദമാണ്. പക്ഷേ അപ്പോൾ ഈ റേഞ്ച് ഭയങ്കര ലോ ആണ്, അതിലേക്ക് നമുക്ക് പിച്ച് താത്താം, അതൊന്നൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ, സെക്കൻഡ് ടെക്നിക്കൽ കാര്യങ്ങൾ, ഇവരെ നമുക്ക് ഫിക്സ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ആ ഫിക്സ് ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ ദിവസത്തെ ആദ്യത്തെ പാട്ട്, ഫസ്റ്റ് പാട്ട് ഒരു തിങ്കളാഴ്ചയായിരുന്നു. 7 മണിക്ക് ഞങ്ങൾ തുടങ്ങിയിട്ട് കറുത്ത പെണ്ണേക്കും ഫുൾ ആൾക്കാരായിരുന്നു. ഫുൾ ആൾക്കാരെന്ന് പറഞ്ഞാൽ 20, 10, 40 വയലിൻസ്, 20+20, പിന്നെ 3 ചെല്ലോ, ഡബിൾ ബാസ്, പിന്നെ കൂടാണ്ട് തൊകൽ വാദ്യക്കാർ ഇഷ്ടം പോലെ, പിന്നെ ബാക്കി ഇലക്ട്രോണിക്സ് സാധനങ്ങൾ. അത് മാത്രമേ ഉള്ളൂ ഫീഡ് ചെയ്യണത്. കൈകൊണ്ട് വായിക്കണതാണ് ബാക്കി കീബോർഡൊക്കെ. അന്നും കീബോർഡൊന്നും സീക്വൻസിങ് ആയിട്ടില്ല, എല്ലാവരും കൈകൊണ്ടാണ് വായിക്കണത്. അങ്ങനെ മാനുവൽ പ്ലേയിങ് ആണ് എല്ലാവരുടെയും. അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ അതിനിടയ്ക്ക് നമ്മളുടെ ആദ്യത്തെ വർക്കല്ലേ എന്ന് എഴുതിയിട്ട് എന്തെങ്കിലും ശ്രുതത്തിൽ വരുന്നതിലും പണി കാണിക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറേ കുനിഷ്ട് സാധനങ്ങൾ ഓരോ വരികളിലും ഓരോ ടൈപ്പ് ഋതം ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഋതമൊക്കെ എഴുതിയൊക്കെ വെച്ച് കൊടുത്തിട്ട് അത് ഉണ്ടാക്കാൻ പറഞ്ഞ് റിക്കി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫേമസ് ഋതം കമ്പോസർ പ്ലെയറാണ്. 3-4 സാധനങ്ങളൊക്കെ ഉണ്ട് അയാളിൽ. അതെല്ലാം വെച്ചിട്ട് അയാളിതൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. ഉണ്ടാക്കി 1 മണിയായപ്പോഴത്തേക്കും ടേക്ക് ആക്കാം എഴുതിയിട്ടെങ്കിൽ ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് കറണ്ട് പോയി. അപ്പോൾ അന്ന് ഇങ്ങനെ സേവ് ചെയ്യാനുള്ള സംവിധാനമില്ല. സംവിധാനമില്ലായിട്ടാണോ അയാൾ മനഃപൂർവ്വം ഓർമ്മയില്ലാതെ സേവ് ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണെന്ന് അറിയുള്ളൂ. അതുകൊണ്ട് എനിക്കൊരു 2 മണിക്കൂറെങ്കിലും വേണം, ഞാൻ സേവ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ തൽക്കാലത്തേക്ക് തബല വെച്ചിട്ട് അങ്ങോട്ട് ട്രാക്ക് എടുത്തിട്ട് വന്നിട്ട് ഞാൻ പിന്നെ വന്ന് അതിൻ്റെ അകത്ത് 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം ഫില്ല് ചെയ്തേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ നേരെ തബലക്കാരുടെ എടുത്തിട്ട് പോയി. ഒരു പറമ്പ് നിറച്ച ആൾക്കാർ ഇരിക്കണ പോലെ ഇരിക്കുകയാണ്, പല വെറൈറ്റി തോകൽവാദ്യക്കാർ. അപ്പോൾ അതിൻ്റെ അകത്ത് ഞങ്ങൾ 3-4 ടേക്ക പറഞ്ഞ് അതിൽ ഇതാണ് ഫിക്സ് ചെയ്തത്, ജിം ട ജിം ജിം ട ചിട്ട ജിം ട. അത് ഇപ്പോഴും ആളുകളുടെ മനസ്സിൽ അത് കേട്ട് കഴിയുമ്പോഴത്തേക്കും കറുത്തവൻ്റെ ലിറിക്കാണ്, ഋതമാണെന്ന് പറയും. അതെല്ലാം കൂടി അങ്ങോട്ട് വായിച്ച് അത് ഒരൊറ്റ മൈക്കിലാണ് വായിക്കേണ്ടത്. അത് ദീപൻ ചാറ്റർജി അത് അത്ഭുതകരമായിട്ടാണ് അത് മിക്സ് ചെയ്തത്. അത് ആദ്യം അത് പുക പോലെ ഇരുന്നിട്ട് എല്ലാം കൂടി വായിച്ചപ്പോഴത്തേക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത് എങ്ങനെ എന്ത് ചെയ്യും, നിങ്ങളൊന്നും പേടിക്കണ്ട, ഞാനിപ്പോൾ തന്നെ ശരിയാക്കി തരാമെന്ന് 2-3-5-6 തിരിച്ചപ്പോഴത്തേക്കും സംഗതി ക്ലീൻ, ഇപ്പോൾ കേൾക്കണ പോലെ തന്നെ ആയി. അപ്പോൾ സമാധാനമായി. അത് കഴിഞ്ഞിട്ട് പിന്നെ റിക്കി അപ്പോൾ അങ്ങനെ അങ്ങോട്ട് റെക്കോർഡ് ചെയ്ത് എം ജി ശ്രീകുമാറും പാടി, വയലിൻ റെക്കോർഡ് ചെയ്ത്, ചെല്ലോ റെക്കോർഡ് ചെയ്ത്, പിന്നെ ഫ്ലൂട്ട് മാൻലിനൊക്കെ റെക്കോർഡ് ചെയ്തപ്പോഴത്തേക്കും റിക്കി ഞങ്ങൾ ആദ്യം പറഞ്ഞു കൊടുത്ത ഋതം റെഡിയാണെന്ന് പറഞ്ഞു വന്നു. പക്ഷേ അപ്പോഴേക്കും ഇത് രണ്ടും തമ്മിൽ സിങ്കാണല്ല, ഇത് വേറെ ടൈപ്പ് ഋതമില്ലേ. അങ്ങനെ ഒരു 5 മണി 6 മണിയായപ്പോഴത്തേക്കും ഇപ്പോഴത്തെ ഒരു സെറ്റപ്പിൽ പാട്ടിൻ്റെ എല്ലാ ഘടകങ്ങളും റെക്കോർഡായി. നമ്മുടെ നവീൻ ഒക്കെയാണ് ഫ്ലൂട്ട് വായിച്ചത്, പ്രശസ്തനായിട്ടുള്ള നവീൻ ഫ്ലൂട്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എല്ലാ ഇൻസ്ട്രുമെൻറ്റും പറഞ്ഞു വിട്ട്. അത് കഴിഞ്ഞ് ശൂന്യമായി. അടുത്ത പാട്ടാണ് അവർ 6 മണി 7 മണിയാണ്ടുമായി. വെറുതെ ഒരു നന്ദുണി എന്ന് പറഞ്ഞ ഒരു ശ്രുതി കിട്ടാൻ വേണ്ടി, പിന്നെ കീബോർഡ് വെറുതെ ഇങ്ങനെ ശ്രുതി പിടിക്കാൻ വേണ്ടി മാത്രം, പിന്നെ ഒരു റെക്കോർഡർ, ഫ്ലൂട്ടിൻ്റെ ഫാമിലിയിലുള്ള ഒരു റെക്കോർഡർ, ഇത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ വട്ടം വളഞ്ഞിരിക്കുകയാണ്. പണ്ട് കാലത്ത് ഇങ്ങനെ ക്ലബ്ബുകളിലൊക്കെ വട്ടം വളഞ്ഞിരുന്ന് പാടൂലേ, അതുപോലെ ശുഭ ഇരിപ്പുണ്ട്. അപ്പോൾ ശുഭ പാട്ട് പാടുന്നു, അതിന് യോജിക്കുന്ന രീതിയിൽ റെക്കോർഡർ വായിക്കുന്ന ആൾ കുറച്ച് എന്തൊക്കെയോ വായിക്കുന്നു, ചെറിയ ഐഡിയാസൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതിന് പറ്റിയ വിധത്തിൽ. അങ്ങനെ ആ പാട്ട് പ്രാക്ടീസ് കഴിഞ്ഞപ്പോഴേക്കും നല്ല അന്തരീക്ഷമായി. കറുത്തവണ്ണയുടെ ആ ഒരു ഹെവിനെസ് മാറി നല്ലൊരു ശാന്തമായ അന്തരീക്ഷം. അപ്പോൾ പ്രിയൻ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയൻ വളരെ ഹാപ്പി ആയത്. എന്നിട്ട് പറഞ്ഞ് ഇതൊരു കാര്യം ചെയ്യണം, നിങ്ങൾ ഇതിൽ നിന്നിരുന്ന് മാറരുത്, ഈ പൊസിഷൻ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ടെക്നിക്കലായി പോകും. അതിൻ്റെ പേരിൽ ഇപ്പോൾ തന്നെ ഇരുന്നിട്ട് എനിക്ക് ക്വാളിറ്റി ഒന്നും വേണ്ട, ഈ ഒരു മൂഡാണ് ആവശ്യം. അപ്പോൾ നിങ്ങളത് ഇതെങ്ങനെ റെക്കോർഡ് ചെയ്തോന്ന് പറഞ്ഞു. അന്ന് അങ്ങനെ റെക്കോർഡ് ചെയ്യാൻ മൈക്കൊക്കെ അങ്ങനെ വെച്ചിട്ട് അപ്പം തന്നെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ശുഭ മലയാളിയല്ലല്ലോ, അതിൻ്റേതായിട്ടുള്ള ചില മലയാളത്തിൻ്റെ അപാകതകളൊക്കെ ഉണ്ട്. അപ്പോൾ ചേട്ടനാണെങ്കിൽ ഭയങ്കര ഈ ലിറിക്ക് ഇത്തിരി സെൻസ് കൂടുതലുള്ള ആളാണ്. ഞാനത് അടുത്ത പാട്ടിലേക്ക് കടന്ന് ഓർക്കസ്ട്രയും കാര്യങ്ങളൊക്കെ വേണ്ടി. അപ്പോൾ പ്രിയൻ പറഞ്ഞാൽ ഇത് ഓക്കെ എന്ന് പറഞ്ഞിട്ട് പ്രിയൻ അങ്ങോട്ട് പുറത്തേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ശുഭയോട് ചേട്ടൻ പറഞ്ഞ്, ശുഭ മലയാളം കുറച്ച് കറക്റ്റ് ചെയ്യാനുണ്ട്,
നിലാപ്പൊങ്കൽ ആയല്ലോ എന്നൊക്കെ അതിന് വരാൻ ആയാലോ എന്ന് പറഞ്ഞാൽ മലയാളി പറഞ്ഞ പോലെ പറയിപ്പിക്കാൻ വേണ്ടി രണ്ടാമത് ബൂത്തിൽ പോയിട്ട് പാടിക്കാൻ ശ്രമിച്ചു. പ്രിയൻ ഇത് കേട്ട് രണ്ടാമത് പാടണത് ഓടി വന്ന് ഡിഗ്നേഴ്സിനോട് ചോദിച്ചു, താനെന്തായി ചെയ്യണത്? അതെ, മലയാളം കറക്റ്റല്ല, മലയാളം പറയണമല്ലോ, മലയാളികളല്ലേ ഇത് കേൾക്കണം, എനിക്കത് മതി, എനിക്ക് ഈ മലയാളമാണ് ആവശ്യം. തന്നെ കേരള കർണാടക ബോർഡറിലാണ് ഈ കാര്യം നടക്കുന്നത്. അപ്പോൾ കറക്റ്റ് മലയാളം പറഞ്ഞാൽ നമുക്ക് ഫിലിമിൽ ഷൂട്ടാവില്ല, എനിക്കിത് മതി, ആദ്യം നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതാണോ അതാണ് എനിക്ക് ആവശ്യം, അത് പക്കയാണ്, അതാണ് ഇപ്പോൾ കേൾക്കണത്. മാത്രമല്ല ഓർക്കസ്ട്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ കറുത്തവണ്ണയുടെ ഓർക്കസ്ട്ര മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ തലേ ദിവസം ഇരുന്ന്. ആ ഓർക്കസ്ട്ര ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയൻ ഞങ്ങളോട് പറഞ്ഞ്, ഇപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള പാട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട്, ബാക്കി ഒരു പാട്ടോടെ മദ്രാസിൽ നിന്ന് ചെയ്യാം, 4 പാട്ടേ ചെയ്യാൻ പറ്റില്ല, അതിനിടയ്ക്ക് എനിക്ക് വേറെ പിന്നെയും ഗാനമേളക്ക് പോകേണ്ടി വന്നേ സ്വന്തം ട്രൂപ്പിൻ്റെ. അപ്പോൾ ബാക്കിയുള്ള അവിടെ നിന്ന് ചെയ്യാം, നിങ്ങൾക്കിനി ഒന്നും നോക്കേണ്ട കാര്യമില്ല. മദ്രാസിലെ പ്രശസ്തനായിട്ടുള്ളൊരു ഓർക്കസ്ട്ര കമ്പോസ് ചെയ്യണ ഒരാളുണ്ട്, അയാൾ തന്നെ കണ്ടക്റ്റും ചെയ്യും കമ്പോസും ചെയ്യും. നിങ്ങൾ വെറുതെ നിങ്ങളുടെ ട്യൂണിൽ വല്ല വ്യത്യാസമുണ്ടെന്ന് മാത്രം പാട്ട് പാടുമെന്ന് നോക്കിയാൽ. അപ്പോൾ നമ്മൾ വളരെ ഹാപ്പിയായി. അതിനവിടെയൊക്കെ കറങ്ങിയടിച്ച് നടക്കുകയാണ് ഓരോ സ്റ്റുഡിയോയിലൊക്കെ, സ്റ്റുഡിയോ ടു സ്റ്റുഡിയോ. അതിനൊക്കെ കാശ്മീരത്തിൻ്റെ കുറച്ച് അസിസ്റ്റിംഗ് വർക്കൊക്കെ ചെയ്ത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് റെക്കോർഡിങ്ങിൻ്റെ തലേദിവസം ശനിയാഴ്ച വൈകുന്നേരം ആയപ്പോഴത്തേക്കും പ്രിയം പറഞ്ഞ്, നിങ്ങൾക്ക് ഓർക്കസ്ട്ര ചെയ്യാമോ? ഞങ്ങൾ ആദ്യം കുറച്ച് ഞെട്ടി, അയ്യോ വേറെ ആൾക്കാർ ചെയ്യുന്നുണ്ട്, അവരെന്താ അത് നടക്കില്ല, അത് ശരിയാവില്ല, അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാമോ എന്ന് ചോദിച്ചു. അതുകൊണ്ട് ഞങ്ങൾ കാസറ്റിനൊക്കെ ഞങ്ങൾ തന്നെ, കാസറ്റല്ല ഇത് സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇത്ര വൈഡ് സ്ക്രീനിൽ അതിന് പറ്റിയ മെറ്റീരിയൽസ് നിങ്ങൾ തരണം, മ്യൂസിക് തരണം, ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന പോലെ മാക്സിമം ചെയ്യാമെന്ന് പറഞ്ഞു. ഒരെണ്ണം ചെയ്ത് നോക്ക്, ഒരെണ്ണം ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറയും. എൻ്റെ ദൈവമേ, പിന്നെ അന്ന് ഒന്നും വന്നില്ല, ഇത്ര വലിയ തലയിൽ ലോഡ് കയറിയാൽ പിന്നെ വല്ലതും വരുമോ, മ്യൂസിക് വരണ്ടേ. ഉച്ചവരെയായിട്ടും ഒന്നും വന്നില്ല. പിറ്റേ ദിവസം റെക്കോർഡ് ചെയ്യണം. ഉച്ച കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ, അതിന് എം ജി ശ്രീകുമാരൻ കുറേയൊക്കെ സഹായിച്ചിട്ടാണ്, ഞങ്ങൾക്ക് ഓരോരോ ഐഡിയാസൊക്കെ വരാൻ തുടങ്ങി, നല്ല നല്ല ബിറ്റുകളൊക്കെ വരാൻ തുടങ്ങി. അതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടൊക്കെ ഇരുന്ന് രാത്രി 12 മണി വരെ ഇരുന്ന് എഴുതി. പിറ്റേ ദിവസം വെളുപ്പിന് സ്റ്റുഡിയോയിൽ പോയി. ഒരു പാട്ട് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് പിന്നെ തേന്മാവൻ മറ്റേ 2 പാട്ടും, അതായത് ആദ്യത്തെ ദിവസത്തെ രണ്ടാമത്തെ റെക്കോർഡ് ചെയ്ത പാട്ടാണ് നിലാപ്പൊങ്കലായാൽ, ആദ്യം കറുത്ത പെണ്ണെ. ഇത് 2 കഴിഞ്ഞപ്പോഴത്തേക്കും പ്രിയന് മനസ്സിലായി ഇനി ഇവർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നിങ്ങളെല്ലാ പാട്ടും നിങ്ങൾ തന്നെ ചെയ്തോട്ടോ, ബാക്കി 3 പാട്ടും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു ആന്തലായിപ്പോയി, കാരണം ദൈവമേ നാളെ കാലത്ത് 7 മണിക്ക് പിന്നെയും വരണം, ഇവിടെ ഇപ്പോൾ രാത്രി 9 മണിയായി, ഭക്ഷണം കഴിക്കണം, ഒന്ന് കുളിക്കണം, പിന്നെ ഉറങ്ങാൻ സമയമില്ല. പിന്നെ ബാക്കിയുള്ള പാട്ടൊക്കെ ചെയ്ത് വെളുപ്പിന് 3 മണിയിൽ 4 മണി വരെ ഇരുന്നിട്ട് ആണ് ചെയ്തത്. പിന്നെ കുറേയൊക്കെ നമ്മളവിടെ റെക്കോർഡ് ചെയ്ത സമയത്തും ഓരോ ഹാർമോണിയം നമ്മുടെ കയ്യിലുണ്ടല്ലോ, അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ബിറ്റ് കൊടുത്തിട്ട് ബാക്കിയുള്ള ബിറ്റ് അവിടെ ഇരുന്ന് കമ്പോസ് ചെയ്തതാണ്. ഒരിക്കലും നമ്മളിത് ഈ ലെവലിലേക്ക് വരുന്നു ആ സമയത്ത് പ്രതീക്ഷിച്ചില്ല. അത്രയും ഫാസ്റ്റായിട്ടാണ് ഓർക്കസ്ട്രയൊക്കെ ചെയ്തത്, ആദ്യത്തെ കറുത്ത വെണ്ണ ഒഴിച്ച്. പക്ഷേ ഇതൊക്കെയാണ് ദൈവസഹായം എന്ന് പറയുന്നത്. നമ്മൾ വേഗത്തിൽ ചെയ്യുന്നു അല്ലെങ്കിൽ പതുക്കെ ചെയ്യുന്നു എന്നുള്ളതല്ല, മുകളിലിരിക്കുന്ന ആൾ തീരുമാനിച്ചേക്കാണ് ഇത് നമ്മൾ ഇവിടം വരെ എത്തിക്കണം എന്ന്, അങ്ങനെ എത്തിച്ചതാണ്. അത് മറ്റൊരു കാര്യം കൂടെ എന്നാൽ പ്രിയൻ തന്നെ പറഞ്ഞാണത്. ഞങ്ങളുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങോട്ട് പോകുന്നു, അപാരമായിട്ട് ദീപൻ ചാറ്റർജിയും നമ്മുടെ എച്ച് ശ്രീധരൻ കൂടി അത് മിക്സ് ചെയ്ത്, ഇപ്പോഴും അത് അതേപോലെ മിക്സ് ചെയ്യാൻ ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ സാധിക്കില്ല, അത്ര ഗംഭീര മിക്സിങ് ആണ് ഇത്. നല്ലൊരു സൗണ്ടിങ് ഇല്ലെങ്കിൽ ആൾക്കാരിപ്പോൾ ആസ്വദിക്കില്ല എപ്പോഴും. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് സിനിമ റിലീസാകാൻ പോണ്, അതിനൊരു ഒരാഴ്ചക്ക് 2 ആഴ്ചക്ക് മുമ്പ് ഞാൻ പ്രിയനെ, എല്ലാം ലാൻഡ് ഫോണാണ്, വിളിച്ചിട്ട് ചേട്ടാ നമ്മുടെ സിനിമ എന്നാണ് റിലീസ് ചെയ്യണം. അപ്പോൾ പറഞ്ഞ് മെയ് മാസം 13-ാം തീയതിയാണ് റിലീസ് ചെയ്യണത്. 13 എന്ന് പറഞ്ഞാൽ നല്ല ദിവസമല്ല എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഞാനതൊരു 13-ഉം 14-ഉം നോക്കില്ല, എനിക്ക് എല്ലാ ദിവസവും നല്ലത് തന്നെ, എനിക്കങ്ങനെ വിശ്വാസമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് 13-ാം തീയതി റിലീസ് ചെയ്യും. 13-ാം തീയതി റിലീസ് ചെയ്തുകൊണ്ട് ഈ പടം പൊളിഞ്ഞു പോകണമെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞ്, അതിൽ എനിക്കൊരു സങ്കടവും ഇല്ല. പക്ഷേ ഞാൻ തീരുമാനത്തിൽ നിന്ന് മാറ്റൂല. എന്നിട്ട് പുള്ളി ഒരു കാര്യം കൂടി പറഞ്ഞ്, ഇങ്ങനെ വേറൊരു തമിഴ് ഡയറക്ടർ അന്ധവിശ്വാസത്തിനെതിരായിട്ട് പൂജ ചെയ്തപ്പോൾ കറുത്ത പൂച്ചനെ വട്ടം ചാടിച്ച് എന്തൊക്കെ ആചാരങ്ങളുണ്ടോ അതൊക്കെ ചെയ്ത് എന്നിട്ട് പൊളിഞ്ഞു പോട്ടെ എന്നുള്ള വിധത്തിലാണ് പുള്ളി ചെയ്തത്. പക്ഷേ പടം സൂപ്പറായിരുന്നു, പടം സൂപ്പർ ഹിറ്റായിട്ട് ഓടി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇത് നമ്മളല്ല തീരുമാനിക്കണത്, നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക, ബാക്കി ദൈവം തീരുമാനിക്കും. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയും. അതേപോലെ മാക്സിമം പ്രാർത്ഥിച്ചു, ചേട്ടനാണ് കൂടുതലും പ്രാർത്ഥിച്ചത്. പ്രാർത്ഥിച്ചു, അതിൻ്റെ ഫലം ദൈവം തന്നു. എന്നാലും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് ഈ പാട്ടുകൾ, ഈ ഈണം നമ്മൾ ഓഡിയോ കേട്ടതാണല്ലോ, മിക്സിങ്ങൊക്കെ കേട്ടതാണ്. പക്ഷേ ഇത് വിഷ്വലും കൂടി വന്നു കഴിയുമ്പോഴത്തേക്ക് ആ സിനിമയിൽ ഇത്രയ്ക്ക് അധികം ഹൈറ്റ് എത്തുമെന്നും ഇത്ര നാളിത് ആളുകളുടെ മനസ്സിലുണ്ടാവുമെന്നും ചെമ്മീനൊക്കെ പോലെ കേരളത്തിൻ്റെ ഒരു സമ്പത്തായിട്ട് മാറുമെന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടല്ല ഇത് ചെയ്തത്. അപ്പോൾ നമ്മൾ
ഞാൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞാൽ വളരെ കറക്റ്റാണെന്ന് ഇതിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കാം. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 9955442222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. തേന്മാവൻ കൊമ്പത്ത് തിയേറ്ററുകളിൽ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. ഒരു മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് തിരക്കൊന്നും കുറയാനില്ല. ഞാൻ എല്ലാ ദിവസവും KSFയിൽ ജോലിക്ക് പോവും. ഉച്ച കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് ആൾക്കാർ സംഗീത സംവിധായകനെ തേടി എൻ്റെ ഓഫീസിൽ വരും. അവരവരുടെ സന്തോഷം അറിയിക്കാനും അനുമോദിക്കാനും ഒക്കെ ആയിട്ട്. എനിക്കതൊന്ന് ശ്രദ്ധിക്കാൻ നേരം കിട്ടണില്ല. കാരണം ഇഷ്ടംപോലെ ജോലിയുണ്ട് KSFയിൽ. മാത്രമല്ല 1.5 വർഷത്തേക്ക് സിനിമാക്കാരും വിളിച്ചുമില്ല. അപ്പോൾ ചേട്ടനും പറയാനുണ്ട്, എന്താടാ ഇത്രയും വലിയൊരു ഹിറ്റ് വന്നിട്ട് ഒരാളും ഇതിനെ വിളിക്കണില്ലല്ല, തീർന്നാ നമ്മുടെ സിനിമയുടെ ജീവിതം ഇങ്ങനെ. ഞാൻ പറഞ്ഞാൽ വരട്ടെ, വരുമ്പോൾ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വേറെ പണിയുണ്ടല്ലോ, എൻ്റെ പുറകെ നിന്ന് നടക്കാനുള്ള നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞു. ഞാനപ്പോൾ അതിനിടയ്ക്ക് എൻ്റെ ട്രൂപ്പിൻ്റെ പരിപാടിക്കും പോവും. കാസറ്റ് വർക്കുകൾ ധാരാളം ഉണ്ട്. അങ്ങനെയൊക്കെ ഒരു തിരക്ക് പിടിച്ച ജീവിതം തന്നെയാണ് എല്ലായ്പ്പോഴും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഡയറക്ടർ സുനിൽ, ചന്ത എന്നുള്ള സിനിമയാണെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എറണാകുളത്തേക്ക് വരണം, നമുക്കൊരു പടം ചെയ്യണം. മാനത്തെ കൊട്ടാരം എന്നാണ് പടത്തിൻ്റെ പേര്. കഥയൊക്കെ പറഞ്ഞു. 4 പാട്ടുകളായിരുന്നു അതിനുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിൽ ഒരു സിറ്റുവേഷനാണ് പൂനിലാമഴ പെയ്തിറങ്ങിയ രാത്രി മല്ലികൾ കോർക്കാമെന്നുള്ള പാട്ടായിട്ട് മാറിയത്. അപ്പോൾ അതിലിപ്പോൾ ഓർത്തിരിക്കുന്ന ഒരു പാട്ട് അതാണ്. ഇപ്പോഴും ആളുകൾക്ക് അത് ഇഷ്ടമാണെന്ന് പറയുമ്പോഴത്തേക്ക് വലിയ സന്തോഷമുണ്ട്. ഈ പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ പാട്ടിൻ്റെ സിറ്റുവേഷൻ പറഞ്ഞു. നമ്മൾ സിറ്റുവേഷനൊക്കെ ഇട്ട് കേട്ടെങ്കിലും ഇരുന്നല്ലാണ്ട് കമ്പോസൊന്നും ചെയ്തില്ല. നേരെ എറണാകുളത്ത് പറഞ്ഞൊരു ഹോട്ടലിൽ പോയി. അപ്പോൾ ചോദിച്ച് പാട്ട് വല്ലതും കമ്പോസ് ചെയ്യും. എല്ലാം ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു പണിയാണ്, നിങ്ങൾ കമ്പോസ് ചെയ്യും, ഞങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഉണ്ട്, സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ട്, പ്രൊഡ്യൂസർ ഉണ്ട്, എല്ലാവരും ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് ഉച്ച കഴിഞ്ഞിട്ട് വരാം. അപ്പം ഗിരീഷ് പുത്തഞ്ചേരി ഉണ്ട് അവിടെ എന്ന് പറയും. അപ്പോൾ ശരി എന്ന് പറഞ്ഞാൽ അപ്പോൾ അവരപ്പുറത്തെ റൂമിലേക്ക് പോയി, ഞങ്ങളിപ്പുറത്ത്. പെട്ടെന്ന് 1 ട്യൂണാണ് അത്. എനിക്കല്ല വന്നത്, ചേട്ടൻ തന്നെ വന്നത്. ആ ഗിരീഷിന് വലിയ ഇഷ്ടം. ആ ഒരു പുതിയ ടൈപ്പ് ട്യൂൺ കൊള്ളാം. പുള്ളിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഇൻസ്റ്റൻറ്റ് ലിറിക്കല്ലേ, അപ്പം തന്നെ എഴുതി പോകുന്നില്ല. നമ്മുടെ പെയ്തിറങ്ങിയ ലിറിക്ക് വരലും അടുത്ത ചരണം അടുത്ത വരി വന്നു കഴിഞ്ഞ് അങ്ങനെ ടക്ക് 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 എന്ന് പറഞ്ഞൊരു പാട്ട് ആയിക്കഴിഞ്ഞു. ഒരു പല്ലവി കഴിഞ്ഞാൽ അപ്പം തന്നെ ചരണം വന്നു. സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും ഫാസ്റ്റായിട്ട് ഒരു പാട്ട് കമ്പോസ് ചെയ്തതും ലിറിക്ക് വന്നതും ഈ പാട്ടായിരിക്കും ഞങ്ങളുടെ. അപ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങാൻ പോകണം മറ്റുള്ളവർ. അപ്പോൾ ഞാൻ ചെന്നിട്ടുള്ളൂ, ഇങ്ങനെ പോലെ ഒരു സംഭവം പല്ലവിയും ചരണമായിട്ടുണ്ട്, അത് കുഴപ്പമില്ല, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ധൃതി പിടിക്കണ്ട, ഞങ്ങൾക്ക് സമയമുണ്ട് ഇഷ്ടം പോലെ. അതല്ല ഇപ്പോൾ ഈ വന്നത് ഓക്കെ ആണെങ്കിൽ പിന്നെ അതുമേ പിടിച്ചാൽ മതിയല്ല, അതൊന്ന് പോളിഷ് ചെയ്തെടുത്താൽ മതിയല്ല എന്ന് പറഞ്ഞു. അന്നപ്പോൾ ഒന്ന് കേട്ട് പോവാം എന്ന് പറഞ്ഞിട്ടാണ് ഈ പാട്ട് കേട്ടപ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പിയായി, വെരി ഹാപ്പി. ഇത്ര പെട്ടെന്ന് ഇത്ര നല്ലൊരു ട്യൂൺ കിട്ടിയ, അത് മാത്രമല്ല അപ്പോൾ തന്നെ ലിറിക്ക് പോയി കഴിഞ്ഞ് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പാട്ട് ഒക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മദ്രാസിൽ ചെന്ന് പിറ്റേ ദിവസം റെക്കോർഡ് ദിവസമാണ്. തലേ ദിവസം രാത്രി ഞാനൊന്ന് പതുക്കെ നേരത്തെ കിടന്ന് ഉറങ്ങി. അപ്പോൾ ചേട്ടനും ഗിരീഷുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്കും ചേട്ടനൊരു വാക്ക് പറഞ്ഞ്, ഞങ്ങൾ ഈ സിനിമ കഴിഞ്ഞാൽ നിർത്തും കേട്ടാ, നമ്മൾക്ക് പറ്റില്ല ഈ പണി. അതെന്ത് കാര്യം, ഇത്രയും ഹിറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ നിർത്തണം, അത് നിർത്താൻ പാടില്ല, നിങ്ങളൊന്നും ഒരിക്കലും നിർത്തരുത് എന്ന് പറഞ്ഞു. അതല്ല, ഇതൊക്കെ സിനിമയൊക്കെ ചെയ്യണമെങ്കിൽ ഒരുപാട് സംഗീതത്തിൽ വിവരം വേണം, രാഗങ്ങൾ കുറേ അറിഞ്ഞിരിക്കണം, കുറേ കീർത്തനങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം, അല്ലാത്തവർക്കൊന്നും പറ്റൂലല്ലോ ഇത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, ഞങ്ങൾക്ക് ഇന്ന് പിന്നെ ഈ സിനിമയിൽ തന്നെ നിൽക്കാം, മാക്സിമം നമുക്ക് സിനിമയിൽ പാട്ടുണ്ടാക്കണം എന്നുള്ളൊരു ചിന്ത വരാൻ കാര്യം അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. അദ്ദേഹം പറഞ്ഞ് ചെമ്മാങ്കുടിയും ശ്രീനിവാസ അയ്യരും പിന്നെ നമ്മളെ കാളിദാസനെയും കൂടി ഒരു മുറിയിലിട്ട് പൂട്ടിയിട്ട് അല്ലെങ്കിൽ വീട്ടിൽ റൂം എടുത്ത് കൊടുത്തിട്ട് 1 മാസം പറഞ്ഞാലും തേന്മാവൻ കൊമ്പത്ത് ഉണ്ടാക്കാൻ പറ്റില്ല. അതിന് ബേണി ഗിരീഷും ഗിരീഷ് പുത്തഞ്ചേരി തന്നെ വേണം. അത് വേറൊരു ക്രാഫ്റ്റാണ്, അത് കുറേ കീർത്തനം പഠിച്ചിട്ട് കിട്ടുന്ന ക്രാഫ്റ്റ് അല്ല. അങ്ങനെയാണെങ്കിൽ എല്ലാ സംഗീത കോളേജ് പ്രിൻസിപ്പാൾമാരും വലിയ വലിയ സിനിമാ മ്യൂസിക് ഡയറക്ടർമാരാവില്ലേ എന്ന് ഗിരീഷ് പുത്തഞ്ചേരി പറഞ്ഞപ്പോഴാണ് നമ്മൾക്ക് അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയത്. ശരിയാണ്. അപ്പോൾ പിന്നെ വേറെ വലിയ വലിയ ഭാഗവതന്മാരൊക്കെ ഇങ്ങനെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ത്യാഗരാജ ഭാഗവതരും ത്രിമൂർത്തികളൊക്കെ ചെയ്തു വെച്ചേക്കണം മഹത് കൃതികളൊക്കെ കാണാപ്പടം പഠിച്ച് സ്റ്റേജിൽ അവതരിപ്പിക്കണം. നിങ്ങളങ്ങനെയല്ല, ഈ 7 സ്വരം വെച്ചിട്ട് മേളിപ്പിച്ച് ജനങ്ങളിലേക്ക് എത്തിച്ച് ജനങ്ങളെ കൊണ്ട് മൂളിക്കുന്നു. അത് വലിയൊരു കാര്യം തന്നെയാണ്.
എന്ന് പറയുമ്പോഴാണ് നമ്മൾ അതിൻ്റെയൊക്കെ ആ സിനിമാ സംഗീതത്തിൻ്റെയൊക്കെ മഹത്വം മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇത് റെക്കോർഡ് ചെയ്ത് അത് റെക്കോർഡ് ചെയ്യണ സമയത്ത് ഒരു സംഭവം ഉണ്ടായിരുന്നു. റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വയലിനുണ്ട്, നമ്മുടെ അസിസ്റ്റ് ചെയ്ത ആൾ ശ്രീനിവാസമൂർത്തി, AR റഹ്മാൻ്റെ ആൾ തന്നെ 3-4 പടങ്ങൾ ഒരുമിച്ച് അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ വയലിനും സംഭവങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തു. എന്നിട്ട് റിതം ബോക്സ് പ്ലെയർ മാത്രം കിട്ടിയില്ല. റിതം ബോക്സും കൂടി ഉണ്ടെങ്കിൽ അന്ന് പ്രത്യേകിച്ച് 3 ട്രാക്കിലാണ് അത് റെക്കോർഡ് ചെയ്തത്. അത് ആ സ്റ്റുഡിയോ അങ്ങനെ വളരെ പഴയ സ്റ്റുഡിയോ ആയിരുന്നു. അങ്ങനെ വേറെ നമുക്ക് ട്രാക്ക് ഇടാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ അറേഞ്ചർ ഉടനെ പറഞ്ഞ് ഞാനൊരു ഡോലക്ക് പ്ലെയറിനെ കൊണ്ടുവരാം, അയാൾ അത്ര വലിയ റിതം ബോക്സ് ഒന്നും വായിക്കില്ല, എന്നാലും ഒന്ന് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ വന്നിട്ട് കുറേ സമയമായി കൊടുത്ത്. അപ്പോൾ അയാൾ ഓരോന്ന് കേട്ട് അയാൾക്ക് അയാൾ പറ്റിയ വിധത്തിലൊക്കെ അങ്ങനെ കുടക്കുട പറഞ്ഞ് കുറേ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ച്. ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം സ്റ്റുഡിയോ ആയിട്ട് പൂട്ടാറായ സമയത്തും പുള്ളി ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല. ഉടനെ സുനിലും ഞങ്ങളൊക്കെ പറഞ്ഞ് എന്തായാലും ഉണ്ടാക്കി എത്ര ഒന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞ്. അങ്ങനെ കേട്ടപ്പോഴത്തേക്കും പുള്ളി ഒരു വരിയിൽ ഒരു ഋതം, അടുത്ത വരിയിൽ വേറെ ഋതം, ഇങ്ങനെ കുറേ ഋതം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നും നമുക്ക് രജിസ്റ്റർ ആണല്ല. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരുപാട് ഋതത്തിൻ്റെ ആവശ്യമില്ല, കുറച്ചെന്തെങ്കിലും മതി. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കുമാണ് സുനിൽ കേട്ടിട്ട് പറഞ്ഞ് അതിൻ്റെ അത് സെക്കൻഡ് ബീജിൽ ഒരു ഋതം കൊള്ളാം, അതങ്ങോട്ട് കംപ്ലീറ്റ് നിരത്തിക്കോ, അത് മാത്രം മതി, വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അതാണ് ഇപ്പോൾ കേൾക്കണ ജിം ചക്കൻ 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 ജിം ചക്കൻ 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 എന്ന് പറഞ്ഞു. അത് സ്റ്റാർട്ടിങ് മുതൽ അതിൻ്റെ ആദ്യത്തെ സന്തൂർ ബീറ്റ് മുതൽ അവസാനം വരെ ഈ ഒറ്റ ഋതം. അപ്പോൾ നമ്മൾ സാധാരണ കാസറ്റ് വർക്കൊക്കെ ചെയ്യുമ്പോൾ ഒരു 3-4 ഋതമെങ്കിലും മിനിമം ഇടും. അതേസമയം ഈ ഒറ്റ ഋതത്തിൽ ഹിന്ദി പാട്ടിലൊക്കെ ചില പണ്ട് മൂലമൊക്കെ കേൾക്കണ ചില പാറ്റേണാണ് ഒറ്റ ഋതം. ഈ ഒറ്റ ഋതത്തിൽ പാട്ടിൻ്റെ മെലഡികളും മറ്റ് പാറ്റേൺസൊക്കെ മാറി വന്നാലും ഋതം മാറാണ്ട് ഇങ്ങനെ ഒറ്റ ഋതം വന്നപ്പോഴത്തേക്കും അത് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു. അത് കൊള്ളാം, നല്ലൊരു സാധനം, അതുകൊണ്ടാണ് ആ പാട്ട് അത്ര ഹിറ്റായതെന്ന് പറഞ്ഞു. ഞാനുള്ള കാര്യം പറഞ്ഞ് ഇത് നിവൃത്തിയില്ലാണ്ട് ചെയ്തു പോയതാണ്, ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്ന് പറഞ്ഞു. ഇപ്പോൾ എല്ലാം ഈ പറഞ്ഞ പോലെ എല്ലാം മുകളിലിരിക്കുന്ന ആൾ ചെയ്യിക്കണതാണ് എന്ന് നമുക്ക് കരുതി പോകും. അല്ലെങ്കിൽ നമ്മളും ഈ പറഞ്ഞ പോലെ കുറേ ഋതമൊക്കെ ഇട്ടിട്ട് അവസാനം ആൾക്കാർക്കൊന്നും മനസ്സിലാവില്ല. അങ്ങനെ ഇട്ട് ചിത്ര വന്ന് പാടി, MG ശ്രീകുമാറും പാടി. MG ശ്രീകുമാർ പാടി ഞങ്ങൾ പോയി. ചിത്ര പാടി തീർത്തിട്ട് പറഞ്ഞ് എനിക്ക് തൃപ്തിയായിട്ടില്ല എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ചിത്ര, എസ്സലായിട്ട് പാടിയിട്ടുണ്ടല്ലോ. അതല്ല, എനിക്കൊന്നുകൂടി പാടണം, എനിക്ക് സ്റ്റുഡിയോ ഒന്നുകൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു നാളെ കാലത്ത് ഏർലി മോർണിംഗ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സ്റ്റുഡിയോ തരാമെന്ന് പറഞ്ഞ് സ്റ്റുഡിയോക്കാരൻ പറഞ്ഞു. അങ്ങനെ ഏർലി മോർണിംഗ് വന്നിട്ട് ഒന്നും കൂടി പാടിയപ്പോഴാണ് ചിത്ര പറഞ്ഞാൽ ഇപ്പോഴാണ് എനിക്കും തൃപ്തിയായത്. എന്നുണ്ടെങ്കിൽ അത് കേൾക്കുന്നവർക്ക് എളുപ്പമായിട്ട് തോന്നിയാലും അത് ശ്വാസം വിടാണ്ട് പാടണം അറ്റം വരെ, എന്നാലേ ആ പാട്ടിൻ്റെ ഭംഗി വരുള്ളൂ. അത് ആ ഗ്രിപ്പിൽ പാടാൻ വേണം. ചിത്രയും എല്ലാം ഇങ്ങനെ നമ്മളെ മഹതികളായിട്ടുള്ള ഗായകരുടെയും കൂടി കോൺട്രിബ്യൂഷനാണ് നമ്മുടെ പാട്ടുകൾ ഇത്രയും ഹൈറ്റിലെത്തുന്നത്. നമ്മൾ ജോൺസൺ മാഷ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പറഞ്ഞ നൊട്ടേഷൻ എഴുതി ബുക്കിൽ വെച്ചിട്ട് ഒരു കാര്യമില്ല, ഇതേപോലത്തെ ആൾക്കാർ നമുക്ക് വേണം. ഇപ്പോൾ ദാസിയായിട്ടിന് വേണ്ടി ഒരു പാട്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു ലിമിറ്റേഷൻ വേണ്ട, അത് പാടുമോ ഇത് പാടുമോ. ചിത്രയ്ക്കാണെങ്കിൽ അങ്ങനെ വേണ്ട. ചിത്രയ്ക്ക് മുമ്പ് മലയാളി ഗായകരാരും ഇല്ലായിരുന്നു, പിരീല ചേച്ചി മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അതേസമയം ചിത്ര ഒരാൾ വന്നപ്പോഴത്തേക്ക് അതങ്ങൾ നികന്ന് അല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അതുപോലെ എല്ലാ പാട്ടുകാരും ഇപ്പോൾ ഉള്ള പാട്ടുകാർ വരെ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, അത് നല്ല മ്യൂസീഷ്യൻസും. ഇവരെല്ലാം കൂടി ചേർന്ന് നമ്മുടെ മലയാള സിനിമയും മറ്റ് ഗാനങ്ങളുമൊക്കെ സമ്പന്നമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഞാൻ ഒരു ബിഗ് സല്യൂട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഈ പാട്ട് ഇത്രയും ഹിറ്റാകാനുള്ള മറ്റൊരു കാര്യം സുരേഷ് ഗോപി ആദ്യമായിട്ട് സിനിമയിൽ വന്നിട്ട് ആദ്യമായിട്ട് ലിപ്പ് കൊടുത്ത് പാടുന്നൊരു പാട്ട് ഈ പാട്ടാണ്. അതിൻ്റെ ഒരു സ്നേഹം അദ്ദേഹം എപ്പോഴും ഉണ്ട് നമ്മളോട്. അപ്പോൾ ദിലീപിൻ്റെ 1ാമത്തെ പടമാണ് മാനത്തെ കൊട്ടാരം. അത് ഞങ്ങളാണ് സംഗീതം ചെയ്തത്. ഞങ്ങളുടെ 3ാമത്തെ പടം എന്ന് പറയാം. കാഴ്ചക്കപ്പുറം കഴിഞ്ഞിട്ട് തേന്മാൻകുമ്പ് കഴിഞ്ഞിട്ട് പൂനില മഴയുടെ ഈ മാനത്തെ കൊട്ടാരം. പക്ഷേ ദിലീപിന് ഒരു ചെറിയ സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ ദിലീപ് ഞങ്ങളെ വിളിക്കുമായിരുന്നു, ആ സ്നേഹം കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ ദിലീപ് പടങ്ങളും ചെയ്തിട്ടുണ്ട്. കൂടാണ്ട് 100ാമത്തെ പടം ദിലീപ് ഞങ്ങളെ കൊണ്ടാണ് ജയിച്ചത്. അത് വേറെ എല്ലാവരും ഉണ്ട് എൻ്റെ അകത്ത്, തോംസൺ ഉണ്ട്, സിബി ഉദയനുണ്ട്, എന്നാലും ദിലീപ് അതിൻ്റെ ഒരു വലിയ ഘടകമാണല്ലോ. പിന്നെ 101ാമത്തെ പടം മേരിക്കൊണ്ടൊരു കുഞ്ഞാട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ദിലീപിൻ്റെ പ്രസ്റ്റീജിയസ് പ്രോജക്റ്റായ 2020. അങ്ങനെ ഇപ്പോൾ ദിലീപായിട്ടുള്ള ഒരു കണക്ഷൻ, മാനസിക അടുപ്പം. പിന്നെ അദ്ദേഹം സിനിമയിൽ പറഞ്ഞ പോലെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ വരെ ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കും. പക്ഷേ അത് നമുക്ക് സന്തോഷമാണ്. ആ പടത്തിൻ്റെ വിജയത്തിന് വേണ്ടിയും പാട്ടിൻ്റെ വിജയത്തിന് വേണ്ടിയാണല്ലോ. പിന്നെ ഖുശ്ബു ഒരു അട്രാക്ഷനായിരുന്നു ആ പടത്തിൽ. അപ്പോൾ എല്ലാം കൊണ്ടുമാണ് ആ പാട്ട് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടത്. അത് 2 വരി പാടാം. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാൻലിൻ ഞാൻ വാങ്ങിച്ചിട്ട്
ആദ്യമായിട്ട് വായിച്ചൊരു, അത് വേറെ ആൾക്കൊണ്ടാണ് ഞാൻ വായിപ്പിച്ചത്, ഞങ്ങളുടെ എൻ്റെ ഒരു മ്യൂസിക്, ആ ബിറ്റ് ഇതിനങ്ങോട്ട് ഇട്ടു. അതൊരു എവർലാസ്റ്റിംഗ് ആയിക്കോട്ടെ എന്ന് കരുതി അതും കൂടി വായിച്ചിട്ട് ഞാൻ പാട്ട് പാടാം. പൂനിലാമഴ പെയ്തിറങ്ങിയ രാത്രി മല്ലികൾ കോർക്കാൻ മാരിവില്ലൊളി വീണലിഞ്ഞൊരു രാഗമാലിക ചൂടാ ഇതളിതളായെന്നുള്ളിൽ പതിയെ വിടർന്നൊരു ഭാവുകമരുളാം പൂനിലാമഴ പെയ്തിറങ്ങിയ രാത്രി മല്ലികൾ കോർക്കാൻ മാരിവില്ലൊളി വീണലിഞ്ഞൊരു രാഗമാലിക ചൂടാ. അപ്പോൾ അർജുനൻ മാഷിൻ്റെ ആദ്യത്തെ സിനിമാ ഗാനം പറഞ്ഞാൽ മാനത്തിൻ മുറ്റത്ത് മഴവില്ലാലഴകെട്ടും മധുമാസ സന്ധ്യകളെ, രാഗം സരസാംഗി. അടുത്തത് അകലെ അകലെ ബാബുകട, അകലെ അകലെ നീലാകാശം ചാരുകേശ്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നമുക്കൊരു അടിപൊളി ഉണ്ടാക്കാം. അങ്ങനെ ചെയ്താണ്